നമസ്കാരം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ഗ്രീൻ അലേർട്ടാണ് പുറപ്പെടുവിച്ചത്. ശബരിമലയിൽ ഇന്നും നാളെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും നേരിയ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ തണുപ്പും വർദ്ധിക്കുകയാണ്. ഡിസംബർ പകുതിയാകുമ്പോഴേക്കും സംസ്ഥാനത്ത് പതിവില്ലാത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത്. സമീപകാലത്തെ ഏറ്റവും കൂടിയ തണുപ്പാണ് വടക്കൻ ജില്ലകളിലും തെക്കൻ മലയോര മേഖലകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ തീരദേശ ജില്ലകളിൽ ഈ സമയത്ത് രാത്രി അനുഭവപ്പെടുന്ന പരമാവധി കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ തീരദേശത്ത് താപനില 18 ഡിഗ്രി വരെയാണ് താഴ്ന്നത്. വരും ദിവസങ്ങളിലും തണുപ്പ് ഉയർന്നേക്കുമെന്നാണ് സൂചന. വയനാട്ടിലും ഇടുക്കിയിലും താപനില 15 ഡിഗ്രി സെൽഷ്യസിൽ താഴെയും മൂന്നാറിൽ 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയുമാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. വടക്കൻ ജില്ലകളിലും താപനില 20 ഡിഗ്രിക്ക് താഴെ എത്തിയതോടെ പുലർച്ചെ സമയങ്ങളിൽ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ 10 മണിവരെ ഈ കാലാവസ്ഥ തുടർന്നു. പകൽ നല്ല ചൂടും രാത്രി തണുപ്പുമാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ആകാശത്തു നിന്നും കാർമേഘങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞുപോയി. ഇതോടെ കേരളത്തിൽ മഴയില്ലാത്ത വരണ്ട കാലാവസ്ഥയും തുടരുന്നുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന ചില പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും ചില ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഡിസംബർ ജനുവരി കാലയളവിലെ ലാനിന പ്രതിഭാസം നിലനിൽക്കാനും അത് കഴിഞ്ഞ് സന്തുലിതമായ എൽ നിനോ പ്രതിഭാസമായേക്കുവാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ഇത്തവണ ക്രിസ്മസിനോടനുബന്ധിച്ച് തണുപ്പ് കൂടുമെന്നാണ് നിലവിലത്തെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ തണുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ലാനിന പ്രതിഭാസം ഉണ്ടാകുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ലാനിനയുടെ സ്വാധീനം മൂലം വടക്കേ ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും അനുഭവപ്പെടാറുണ്ട്. ഇതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കേരളത്തിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തണുപ്പിനൊരു കാരണം. ഏതാനും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഭൂമിയിൽ അനുഭവപ്പെടുന്ന സവിശേഷ കാലാവസ്ഥയാണ് എൽ നിനോ. ഭൂമിയിൽ നിലവിലുള്ള മഴയുടെയും ചൂടിന്റെയും കാറ്റിന്റെയും ഒക്കെ ഗതിയും ദിശയും കാലവും മാറ്റുന്നതാണ് ഈ ഒരു പ്രതിഭാസം. എൽ നിനോ നീണ്ടു നിൽക്കുന്നത് ഏതാനും മാസങ്ങളിലേക്കാണെങ്കിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ലോകത്തെ നിലവിലുള്ള കാലാവസ്ഥാ താപനില വ്യവസ്ഥകളെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഗവേഷകർ ഭയപ്പെടുന്നത്. സമാനമായ എൽ നിനോ പ്രതിഭാസം 2017-18 കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശേഷം ലോക കാലാവസ്ഥയിലും താപനിലയിലും വലിയ മാറ്റങ്ങളാണ് രേഖപ്പെടുത്തിയത്. ഇതിനിടെ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുള്ളത് ഇന്നു മുതൽ 19 വരെ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്നാണ്. ഈ തീയതികളിൽ ഈ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.